30 years ജസ്റ്റ് എക്സാമ്പിൾ. ഓക്കെ. 1000 രൂപ അങ്ങനെ സേവ് ചെയ്ത് അങ്ങനെ ക്രോഡ്പതിയാവും SIP. ഞാനിപ്പോൾ കുറ്റബോധത്തോടെ പറയുകയാണ്, ഞാൻ 1-2 മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ആയപ്പം ഇതുപോലെ അത്യാവശ്യമായിട്ടുള്ള 1-2 കാര്യങ്ങൾക്ക് വേണ്ടി അതിന് ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നമ്മളിപ്പോൾ ഈ എടുക്കുന്നതിന് പകരം ഈ ഇൻവെസ്റ്റ്മെന്റ് അവിടെ കിടന്നു കഴിഞ്ഞാൽ റിട്ടേൺ ഓൺ റിട്ടേൺ ആണെന്ന് പറഞ്ഞല്ലോ, പവർ ഓഫ് കമോഡിറ്റി ആണ് കിട്ടുന്നത്. You have a lot of mortgage opportunity right now. Loan against shares, loan against mutual funds. Example, Reliance Growth Fund in Navy 4000 രൂപയുടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 10 രൂപ കിടന്ന സാധനം ഇതുവരെ ഗ്രോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് പോയി കഴിഞ്ഞാൽ, ഇടയ്ക്ക് വലിച്ചു പോയി കഴിഞ്ഞാൽ പോയില്ലേ. ഇൻഷുറൻസിന്റെയും ക്രിട്ടിക്കൽ ഇൽനെസിന്റെയും കൂടെ കോമ്പിനേഷൻ ഇയർലി നമ്മൾ പുതുക്കിക്കൊണ്ടേയിരിക്കും. അങ്ങനെ പുതുക്കുമ്പോഴാണ് ആ പ്രീമിയം മാത്രം നമ്മൾ ലൈഫ്, ഇപ്പോൾ നമ്മൾ 60 വയസ്സ് അല്ലെങ്കിൽ 70 വയസ്സ് വരെ എടുത്തു കഴിഞ്ഞാൽ ഈ ആദ്യം 30-ാം വയസ്സിലെടുത്ത ആ പ്രീമിയം തന്നെ വരുള്ളൂ. അല്ലാണ്ട് ഓരോ വർഷം മാറി സംശയം. ഹെൽത്ത് ഇൻഷുറൻസിൽ ഡിഫറെന്റാ. അപ്പോൾ വക്കീലിനോടും ഡോക്ടറോടും കള്ളം പറയുന്നതെന്ന് പറയുന്ന പോലെ ഇൻഷുറൻസ് കമ്പനിയോടും എന്നോണം പറയാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ലൈഫിൽ വെച്ച് ഒരു എക്സിജൻസി എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ നമ്മുടെ ഫാമിലിക്ക് പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിത് എടുക്കുന്നത്. അപ്പോൾ എല്ലാ കാര്യം പ്രോപ്പർ ഡിസ്ക്ലോസ് ചെയ്യുക. അല്ലാണ്ട് ഒരു ഏജന്റിന് വേണ്ടി ആർക്കെങ്കിലും വേണ്ടിയല്ല നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് വേണ്ടിയാണ് ഇത് ചെയ്യേണ്ടത്. നമ്മളൊരു കമ്പനിയിൽ ഇപ്പോഴത്തെ ജനറേഷനിൽ വി ആർ നോട്ട് മാരീഡ് ടു ദാറ്റ് കമ്പനി. ആൾക്കാർ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും, കമ്പനി ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഞാൻ ഈ ട്രാൻസിറ്റിലാണ് എന്തെങ്കിലും സംഭവിച്ചാലോ, കാരണം കമ്പനി ഇൻഷുറൻസ് പോളിസി വിൽ കവർ വെൽ വി ദെയർ ഇൻ ദ കമ്പനി. അപ്പോൾ സാധാരണക്കാർക്ക് ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് മസ്റ്റ് ആണ് അല്ലേ? ഏതൊരു വ്യക്തിക്കും വേണം. ഓരോരുത്തരുടെയും ഡിഫറെൻ്റ് ആണ്. പറഞ്ഞല്ലോ, ഒരു അൾട്രാ HNIക്ക് വെൽത്ത് പ്രിസർവേഷൻ ആവാം, സാധാരണക്കാരന് വെൽത്ത് ക്രിയേഷൻ ആവാം. ഇപ്പോൾ പുതിയ ജനറേഷനിലൊരു പറയുന്നത് ഏൺ ഫസ്റ്റ് സ്പെൻഡ് ഫസ്റ്റ് എന്ന്. എങ്ങനെയെങ്കിലും സമ്പാദിക്കുക, അത് സ്പെൻഡ് ചെയ്യുക. അതിൽ നിന്ന് മാറി അവർ ചിന്തിക്കണം. മാസാദ്യം എത്തി, ഇത്തവണയെങ്കിലും കുറച്ചെങ്കിലും സേവ് ചെയ്യണം, ഇൻവെസ്റ്റ് ചെയ്യണം, ഇങ്ങനെ പല ആഗ്രഹങ്ങളും നമുക്കുണ്ടാവും. പക്ഷേ നാളെ നീളെ അതങ്ങ് നീണ്ടു പോവുകയാണ് പതിവ്. എന്താണ് ഫിനാൻഷ്യൽ പ്ലാനിങ് ഇത്ര ബുദ്ധിമുട്ടുള്ള, അല്ലെ ഒരുപാട് തയ്യാറെടുപ്പുകൾ ആവശ്യം വേണ്ട ഒരു കാര്യമാണോ? ഇതേക്കുറിച്ച് നമുക്കറിയാം. ഇക്യുറസ് വെൽത്തിൻ്റെ ഡയറക്ടർ ദിനേശ് K. നായരാണ്. നമസ്കാരം സർ. നമസ്കാരം. പ്രോഫിറ്റ് ബിസിനസ്സിലേക്ക് സ്വാഗതം. ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ബാലികേറ മലയാണോ? എല്ലാവരും പലപ്പോഴും ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കുമ്പോൾ, അല്ലെ അറിയുന്നവരോട് സംസാരിക്കുമ്പോഴൊക്കെ അവർ പറയാറുണ്ട്, എന്തെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കും, മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഒന്നും നടക്കുന്നില്ല, പിന്നത്തേക്ക് മാറ്റി വെക്കുകയാണ് എന്നൊക്കെ പറയാറുണ്ട്. അത് ശരിക്കും മനസ്സിൻ്റെ ഒരു തോന്നൽ മാത്രമാണോ? എന്താണ് സംഭവിക്കുന്നത്? ശരിക്കും ഒരു മനസ്സിൻ്റെ തോന്നലാണ്. ഫൈനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയും ഒരു ബാലികേറ മേലയാണ്, വലിയൊരു സാധനമാണ് എന്നൊക്കെ പറയും. പക്ഷേ അത് ശരിക്ക് ഒരു ഫൈനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും പണം സമ്പാദിക്കുക, അല്ലെങ്കിൽ ഒരു നമ്മുടെ എവിടെയെങ്കിലും ഒരു റിട്ടേൺ ഉണ്ടാക്കുക എന്ന് മാത്രമല്ല. നമ്മുടെ ഓരോ വ്യക്തികൾക്ക് ഓരോരോ ഗോളുകൾ ഉണ്ടാകും. ജീവിതത്തിൻ്റെ ഓരോന്ന് നമുക്ക് നേടാനുള്ളത് അതൊരു റോഡ് മാപ്പായിട്ട് നമ്മളൊരു പ്രോപ്പർ പ്ലാൻ ചെയ്തിട്ട് ഒരു ഇൻവെസ്റ്റ് ചെയ്ത് ഒരു ഗോൾ ഓറിയൻറ്റഡ് അപ്രോച്ച് ചെയ്യാമെന്നാണ് ഫൈനാൻഷ്യൽ പ്ലാനിങ്. ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻസ്, ഒരിക്കലും നമ്മളൊരു വീട് മേടിക്കുക, അല്ലെങ്കിൽ നമുക്കൊരു ലിഷർ ട്രിപ്പ്, ഫാമിലി പ്ലാൻ, റിട്ടയർമെൻറ്റ് പ്ലാനിങ്, ഹെൽത്ത് കെയർ പ്ലാനിങ്, ഇങ്ങനെ പല രീതിയിൽ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. ഓരോരോ ഗോൾസ്, ഓരോ വ്യക്തികൾക്കും ഡിഫറെൻറ്റ് ഗോൾസ് ഉണ്ടാവും. എൻ്റെ ഗോൾ ഡിഫറെൻ്റ് ആയിരിക്കും, സുജയുടെ ഗോൾ ഡിഫറൻസ്. അപ്പോൾ ആ ഗോൾ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അതിൻ്റെ പ്രോപ്പറായ രീതിയിൽ ചെയ്യാനാണ് ഫൈനാൻഷ്യൽ പ്ലാനിങ് എന്ന് ഉദ്ദേശിക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഒരു അച്ചടക്കം നമുക്ക് ഒരു ഒരു വ്യക്തിക്ക് അത് ഫൈനാൻഷ്യൽ പ്ലാനിങ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു റെഗുലർ രീതിയിൽ പ്രോപ്പർ ആയിട്ട് ഒരു എക്സ്പേർട്ടിൻ്റെ ഒരു ഹെൽപ്പോട് കൂടി ചെയ്യുകയായിരിക്കും അതിന് നല്ലത്. ഓരോരുത്തരുടെ പ്രൊഫൈലിംഗ് ചെയ്ത് നമ്മുടെ ക്യാഷ് ഫ്ലോ അനാലിസിസ് ചെയ്ത് അതിൻ്റെ ഗോളിലേക്ക് എങ്ങനെ അച്ചീവ് ചെയ്യാം എന്നുള്ള കാര്യമാണ് വെൽത്ത് ക്രിയേഷനും വെൽത്ത് പ്രിസർവേഷനും ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ പാട്ടാണ്. ഇതാണ് ഇതിനകത്ത് വരുന്നത്. എനിക്ക് തോന്നുന്നു ഇതിന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് സാമ്പത്തിക അച്ചടക്കം കൂടി വരും. അത് അതിനകത്ത് ഉറപ്പായിട്ടും വരുമല്ലോ. അത് നമ്മൾ ഇപ്പോഴത്തെ ഫ്യൂച്ചറിൽ നമ്മൾ ഓരോ ഇതിലേക്ക് നമ്മൾ ക്വസ്റ്റ്യൻസിലേക്ക് വരുമ്പോൾ അതിൻ്റെ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു തരാൻ പറ്റും. ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറഞ്ഞത് ഈ പറഞ്ഞ പോലെ എല്ലാവരും ഒരു എക്സ്പെർട്ടിൻ്റെ അഡ്വൈസ് എടുക്കേണ്ട ഒരു കാര്യമാണോ? ഒരു സാധാരണക്കാരന്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 30,000 രൂപ മാസ ശമ്പളമുള്ള ഒരാൾക്കൊക്കെ ഒരു ഹെൽപ്പ് എടുക്കേണ്ടി വരുമോ? അതോ സ്വയമായിട്ടും പഠിച്ചെടുക്കാവുന്ന കാര്യങ്ങളുള്ളൂ. അല്ലാണ്ട് ഇത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഒരു ബാലികേറാമലയല്ല ഇത്. പക്ഷേ ഇതിൻ്റെ അകത്ത് നമുക്ക് വേണ്ട ഒരു ഡിസിപ്ലിനാണ്.
ആ. റെഗുലർ രീതിയിലായിട്ട് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് അത് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ള കാര്യം. പലരും പ്ലാൻ ചെയ്യും, എക്സിക്യൂഷനാണ് ഫെയിലിയർ ആവുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഫൈനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് 30,000 രൂപയുള്ള ശമ്പളം കിട്ടുന്നവനാവാം, 30 ലക്ഷം ശമ്പളം ഉള്ളവനാവാം, ആർക്ക് വേണമെങ്കിലും ഫൈനാൻഷ്യൽ. അപ്പോൾ സാധാരണക്കാരന് വെൽത്ത് ക്രിയേഷൻ ആവാം, ഒരു HNIക്ക് അത് വെൽത്ത് പ്രിസർവേഷൻ ആവാം. അത് രണ്ടിനും പ്ലാനിങ് ഡിഫറെൻ്റാണ്. അപ്പം അതിൻ്റെ രീതിയിൽ ഒരു ഡിസിപ്ലിൻ വേ ഓഫ് അപ്രോച്ചസ് എടുത്തു കഴിഞ്ഞാൽ ദാറ്റ്സ് സക്സസ്ഫുൾ ആയിട്ട് വരാം. ഇതാണ് നമുക്ക് വേണ്ടത്. എങ്ങനെയാണ് ഒരു സാധാരണ മട്ടിൽ വലിയ കൂട്ടിച്ചേർക്കലുകളൊന്നും ഇല്ലാതെ സാധാരണയായിട്ട് ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് എങ്ങനെ ചെയ്യാൻ പറ്റും? ഇപ്പോൾ ഫൈനാൻഷ്യൽ പ്ലാൻ ചെയ്യുന്നതിന് ഞാൻ പറഞ്ഞല്ലോ, ആദ്യം തന്നെ ഒരു ഡിസിപ്ലിൻ വേണം. നമ്മളൊരു ശരിക്കൊരു നോർമൽ ഫൈനാൻഷ്യൽ പ്ലാനിങ് പറയുമ്പോൾ നമ്മൾ പണ്ടത്തെ കാരണവന്മാരുടെ കണക്കുകൾ എടുത്തത് അതൊക്കെ ഒരു വരവ് ചെലവ് കണക്കുകളുണ്ട്. അതേ രീതിയിൽ തന്നെയാണ് ഇതിനകത്ത് ഫൈനാൻഷ്യൽ പ്ലാനിങ്. ബേസിക് ആണ് നമ്മുടെ ഇൻകം ആൻഡ് എക്സ്പെൻസസ് കറക്റ്റായിട്ട് നമ്മൾ നോക്കുക. പിന്നെ വേണ്ടത് എന്തൊക്കെയാണ് നമുക്ക് വേണ്ടതെന്നുള്ള ഹെൽത്ത് ഇൻഷുറൻസ്, ഹെൽത്ത് പ്ലാനിങ് വേണം. ബിക്കോസ് ഇനി എമർജൻസി എന്തെങ്കിലും ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെതായിട്ട് വേണം. പിന്നെ വേണ്ടത് ടേം പ്ലാൻ വേണം. 5 സ്റ്റെപ്സ് എന്ന് പറയുമ്പോൾ ഒന്ന് നമ്മുടെ വരവ് ചെലവ് കണക്കുകൾ ക്ലിയർ ആക്കി എടുക്കുക. അതായത് ഒരു കുടുംബ ബജറ്റ് വേണം. ഒരു കുടുംബ ബഡ്ജറ്റിൽ നമുക്ക് എന്താണോ എക്സ്പെൻസസ്, ഇൻകം ആൻഡ് എക്സ്പെൻസസ് എഴുതും. പിന്നെ വേണ്ടത് ഒരു എമർജൻസി ഫണ്ട്. ഇനി എക്സിജൻസി എന്തെങ്കിലും വരികയാണെങ്കിൽ ഒരു എമർജൻസി ഫണ്ട് വേണം. പിന്നെ വേണ്ടത് ഹെൽത്ത് ഇൻഷുറൻസ് വേണം, ടൈം പ്ലാൻ വേണം, ഡിസിപ്ലിൻ ആയിട്ട് റെഗുലർ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. ഇതാണ് നമുക്കൊരു ബേസിക് ആയിട്ട് നമ്മൾ പറയണം. ആരോടെങ്കിലും ഒരു ഫൈനാൻഷ്യൽ പ്ലാനിങ് ചെയ്യണം എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മൾ ബേസിക് ആയിട്ട്. ഇതിൽ ബേസിക് ആയിട്ട് തന്നെ ചോദിക്കട്ടെ, ഒരു കുടുംബ ബജറ്റ് എങ്ങനെയാണ് നമ്മൾ നോർമലായിട്ട് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്? നമുക്കൊരു ബേസിക് തം റൂൾ ഞാൻ എല്ലാവരോടും പറയുന്നുണ്ട്. നമുക്കൊരു 100 രൂപ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ ഒരു ഫാമിലി ആകുമ്പോൾ ഒരു 30% നമുക്കൊരു എക്സ്പെൻസസ് ആയിട്ട്, ഒരു 30% സേവിങ്, 30% ലയബിലിറ്റി ആൻഡ് 10% വി ഷുഡ് ഹാവ് ലിഷർ. നമ്മളുടെ ഡെയിലി എക്സ്പെൻസും അല്ല, ലിഷർ. Daily expenses should be 30%. Yes. And 30% liability and 30% saving and 10% leisure. കാരണം ലൈഫിൽ ഒരു എന്തെങ്കിലും എന്റർടൈൻമെന്റ് വേണം. അതിനുവേണ്ടി നമ്മൾ ഒരു കുറച്ച് കാശ് മാറ്റി വെക്കണം. അതാണ് ഞാൻ ഒരു പ്ലാൻ എല്ലാവരോടും പറയുക. ഈ എമർജൻസി ഫണ്ടിന്റെ കാര്യത്തിൽ അതിനെന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ കിട്ടുന്ന ഇൻകത്തിൽ നിന്ന് ഒരു കുറച്ച് പോർഷൻസ് നമ്മുടെ ഈ പ്ലാനിങ്ങിന്റെ ഇടയ്ക്ക് നമ്മൾ മാറ്റി. നോർമൽ എല്ലാവരും പറയുന്നത് 6 മാസം ശമ്പളം എങ്കിലും നമ്മുടെ കയ്യിൽ. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഈ അൺസർട്ടനിറ്റിയുടെ കാലത്ത് എമർജൻസി ഫണ്ട് സൂക്ഷിക്കേണ്ടത് ഒരു അത്യാവശ്യമാണ് അല്ലേ? പലർക്കും ഉണ്ടാവില്ലല്ലോ. ജോബ് കട്ടിങ്ങോ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനുള്ള ഒരു എമർജൻസി ഫണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള കാര്യം അത് നമ്മുടെ കയ്യിൽ വേണം. അല്ല, അതിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് തയ്യാറെടുക്കേണ്ടത്? ഇപ്പം നമ്മൾ അറിയുന്നില്ല ജോബ് കട്ടിങ് ഇപ്പം വരുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമ്മൾ അറിയുന്നില്ല. അതായത് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഇപ്പോഴത്തെ ഒരു പുതിയ ജനറേഷനിൽ ഇപ്പം നമ്മൾ പറയുമ്പോൾ SIP വാല്യൂ ഇപ്പോൾ 30,000 കോടി ഇതായിട്ടുണ്ട്. അതിപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ വരുന്നത്. അതിൻ്റെ അകത്ത് റെഗുലറായിട്ട് ആ ഇൻവെസ്റ്റ്മെന്റ് കീപ്പ് ചെയ്യുന്ന ഒരു 50% ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഒരു ഫൈനാൻഷ്യൽ പ്ലാനറുടെ സപ്പോർട്ടോടുകൂടി അത് ക്ലിയർ ആയിട്ട് ചെയ്ത ഗോൾ ഓറിയന്റഡ് അപ്രോച്ച്, ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിങ് ഗ്ലോബൽ വേണം. ആ ഗോൾ ഓറിയന്റഡ് അപ്രോച്ചസിൽ നമ്മൾ ഇത് എടുത്തു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം നടക്കും. ഓക്കെ. ഇപ്പോൾ നമുക്ക് എമർജൻസി ഫണ്ട് വേണം, അതിലേക്കുള്ള നമുക്ക് വേണമെങ്കിൽ RDO അല്ലെങ്കിൽ FDO ആയിട്ട് കീപ്പ് ചെയ്തിടുക. എമർജൻസി ഫണ്ട് എന്ന് പറയുമ്പോൾ അതിൽ ഇൻകം ജനറേഷൻ ഉദ്ദേശിക്കുന്നുണ്ടാവില്ല. നമുക്കൊരു സാധാരണ ബാങ്ക് അക്കൗണ്ട് ആയിട്ട് വെച്ചാൽ മതിയോ? FD ആയിട്ട് കീപ്പ് ചെയ്യാം. FD പോണെങ്കിൽ നമുക്ക് റിഡീം എക്സിറ്റ് ചെയ്യാമല്ലോ. പ്ലസ് വൺ മെയിൽ ഓർ 1 ഫോൺ കോൾ, നമ്മുടെ മൊബൈൽ ബാങ്കിങ് എടുത്തു കഴിഞ്ഞാൽ FD ക്ലോസ് ചെയ്തെടുക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് SBIയിലാണ് അക്കൗണ്ട് ഉള്ളത്. എൻ്റെ ട്രാൻസാക്ഷനുകളും UPIയും എല്ലാ കാര്യങ്ങളും അതിലാണ് ഉണ്ടാവുക. അതിൽ തന്നെ ഒരു എമർജൻസി ഫണ്ട് സൂക്ഷിക്കുന്നതിൽ കാര്യമുണ്ടോ? നിങ്ങൾ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് അല്ലേ അതിനകത്ത് കിടക്കുന്നത്? അതെ. അതിനകത്ത് ഒരു ഫിക്സ്ഡ് ഡിപ്പോസിറ്റ് വേറെ ലിങ്ക് ചെയ്ത് ഇടാമല്ലോ. ഓക്കെ. റെക്കറിംഗ് ഡിപ്പോസിറ്റ് അതിനകത്ത് വരാമല്ലോ. നമുക്ക് സേവിങ്ങിന്റെ SIP അതിൽ തന്നെ പോകാമല്ലോ. നമ്മുടെ സേവിങ്സ് അക്കൗണ്ട് ഈസ് എ മെയിൻ ബാങ്ക്. അതിന്റെ സബ്സിഡി ആയിട്ട് FD ആവാം, റെക്കറിംഗ് ഡെപ്പോസിറ്റ് ആവും, SIP ആവാം, ഇൻഷുറൻസിന്റെ ഓട്ടോ ഡെബിറ്റ് ആവാം, നമ്മുടെ വീട്ടിലേക്കുള്ള സ്പെൻഡിങ് ആവാം. ഇത് എന്ത് വേണമെങ്കിലും അതിനകത്ത് ചെയ്യാൻ പറ്റും. നമ്മൾ ഏതാണ് നോക്കിയാന്ന് വെച്ചത് പ്ലാൻ ചെയ്തെടുക്കാം. എൻ്റെ ഒരു ചിന്ത അനുസരിച്ച് നമുക്കൊരു അഡീഷണൽ എപ്പോഴും ഉപയോഗിക്കാത്ത ഒരു ബാങ്ക് അക്കൗണ്ടിലേക്ക് വേണമെങ്കിൽ നമുക്ക് നോർമലായിട്ടൊരു നമ്മളൊരു ഫാമിലിയുടെ ഫൈനാൻഷ്യൽ പ്ലാൻ ചെയ്യുമ്പോൾ ഹസ്ബൻഡിൻ്റെ അക്കൗണ്ട്, വൈഫിൻ്റെ അക്കൗണ്ട്, രണ്ടുപേരും കൂടി ജോയിൻ്റ് അക്കൗണ്ട്. ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ്സ് കൂടുതലും പോകുന്നത് ഈ ജോയിൻ്റ് അക്കൗണ്ടിൽ നിന്നാവാം, അല്ലെങ്കിൽ എമർജൻസി ഫണ്ട് കീപ്പ് ചെയ്യണ എമർജൻസി ഈ ജോയിൻ്റ് അക്കൗണ്ടിലാവാം. ഈ രീതിയിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് അതൊരു ഐഡിയ ആണ്.
ജോയിന്റ് അക്കൗണ്ടിൽ Joint സൂക്ഷിക്കാം. account അപ്പൊ ല് ആർക്ക് വേണമെങ്കിലും എമർജൻസിയിൽ അത് emergency ഉപയോഗിക്കുകയും ആകുമ്പോൾ ചെയ്യാം. അതൊരു സർവൈവർ രീതിയിൽ ക്രിയേറ്റ് ചെയ്ത് ഈ ഹെൽത്ത് ഇൻഷുറൻസിന്റെ കാര്യത്തിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? അതായത് പലർക്കും അവരുടെ കമ്പനിയിൽ നിന്നുള്ള ഗ്രൂപ്പ് ഇൻഷുറൻസ് ഒക്കെ ഉണ്ടാവും. പലരും അതുകൊണ്ട് സ്വന്തമായിട്ട് ഒരു ഇൻഷുറൻസ് ഒന്നും എടുക്കാൻ ചാൻസ് ഇല്ല. ഹെൽത്ത് ഇൻഷുറൻസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? അല്ല നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കമ്പനിയിൽ ഇപ്പോഴത്തെ ജനറേഷനിൽ വി ആർ നോട്ട് മാരീഡ് ടു ദാറ്റ് കമ്പനി. ഓക്കെ. ആൾക്കാർ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും, ആ. കമ്പനി ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഉം. ഇപ്പം എൻ്റെ ആണെങ്കിലും സുജയുടെ ആണെങ്കിലും പല പല കമ്പനികൾ നമ്മൾ മാറിയിട്ടുണ്ട്. മാറുന്നതനുസരിച്ച് ആ ഇൻ ട്രാൻസിറ്റിലാണ് എന്തെങ്കിലും സംഭവിച്ചാലോ, കാരണം Yes. കമ്പനി ഇൻഷുറൻസ് പോളിസി വിൽ കവർ വൈൽ വി ദെയർ ഇൻ ദ കമ്പനി. യെസ്. അപ്പോൾ ഇൻ ട്രാൻസിറ്റ് സമയത്ത് നമ്മൾ പുതിയ കമ്പനിയിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ചിലപ്പോൾ ഒരാഴ്ചത്തെ ഡിഫറൻസസ് ഉണ്ടാവും. നെക്സ്റ്റ് ഡേ ജോയിൻ ചെയ്യാൻ നമ്മൾ എന്തെങ്കിലും എമർജൻസി വന്നു, അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്തെങ്കിലും സംഭവിച്ചു, ആ സമയത്ത് നമുക്കൊരു നമ്മുടെ ഓൺ പേഴ്സണൽ പോളിസി ഉണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി കവർ. പിന്നെ നമ്മളെല്ലാവരും ഒരു ഇതുണ്ട്, ഞാൻ എൻ്റെ ജോലി ചെയ്യണ കാലഘട്ടം വരെ 50-55 വയസ്സ് റിട്ടയർമെൻറ്റ് വരെ കമ്പനി പോളിസി ഉണ്ട്. അത് കഴിയുമ്പോൾ പോയി ഞാനൊരു ടൈം പ്ലാൻ ഹെൽത്ത് പോളിസി എടുക്കാമെന്ന് പറയുമ്പോൾ അതിന്റെ അപകടം കൂടുതലാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അന്ന് ചിലപ്പോൾ പ്രീ എക്സിസ്റ്റിംഗ് ഇൽനെസ്സോ പല അസുഖങ്ങളെല്ലാം വരാം. അപ്പോൾ ഈ ന്യൂ പോളിസി എടുക്കുമ്പോൾ പ്രീ എക്സിസ്റ്റിംഗ് ഇൽനെസ് കവറേജിൻ്റെ 2 വർഷം 3 വർഷത്തെ പീരീഡ് കഴിഞ്ഞ് മാത്രമേ പ്രീ എക്സിസ്റ്റൻസിൻ്റെ ക്ലെയിം കിട്ടുള്ളൂ. നേരത്തെ കാലത്ത് ഒരു ചെറിയ പോളിസി പ്രധാനം പ്രീമിയം കൂടത്തില്ലേ? പ്രീമിയവും കൂടും. അപ്പം നമ്മളൊരു പണ്ടത്തെ ഒരു പോളിസി ഉണ്ടെങ്കിൽ ആ പോളിസി നേരെ ക്യാരി ഫോർവേഡ് ചെയ്ത് പോയാൽ മതിയല്ലോ. ദാറ്റ്സ് ദ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയുടെ തന്നെ. ടേം ഇൻഷുറൻസ് എല്ലാവർക്കും ഉണ്ടാവേണ്ടതാണ്. ആ കാര്യത്തിലും നമ്മൾ ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരു കൺസെപ്റ്റ് ഇപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞൊരു മിസ്കൺസെപ്റ്റ് ഉണ്ട്, ഇൻഷുറൻസ് ഇൻവെസ്റ്റ്മെന്റ് ഒന്നാണ്. അല്ല, രണ്ടും രണ്ടാണ്. ഇൻഷുറൻസ് എന്ന് പറഞ്ഞ കാര്യത്തിന് ഇൻഷുറൻസ് വേണം. നമ്മളൊരു വെഹിക്കിൾ ഇൻഷുറൻസ് എന്തുകൊണ്ട് എടുക്കുന്നത്? വണ്ടി റോഡിൽ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ കമ്പൽസറി ആയിട്ട് ഇൻഷുറൻസ് വേണം. അപ്പോൾ അതിനെന്തെങ്കിലും സംഭവിച്ച് എന്തെങ്കിലും കാശ് തിരിച്ച് കിട്ടണമെങ്കിലും ഇൻഷുറൻസ് വേണം. അതുകൊണ്ടാണ് നമ്മൾ കമ്പൽസറി ആയിട്ട് എടുക്കുന്നത്. ടേം പ്ലാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഫാമിലിക്ക് വേണ്ട ഒരു സേഫ്റ്റിയാണ്. ഇപ്പോൾ സംതിങ് ആസ് എൻ ഏണിംഗ് മെമ്പർ, ഇഫ് സംതിങ് ഹാപ്പൻ ടു ദ ഏണിംഗ് മെമ്പർ, ആ ഒരു ഇൻകം പോവും, ആ ഫാമിലിയുടെ ലൈഫ് സ്റ്റൈൽ സ്ട്രഗിൾ ആവും. അത് വരാതിരിക്കാൻ വേണ്ടി നമുക്കൊരു ടേം പ്ലാൻ കമ്പൽസറിയാണ്. ടേം പ്ലാൻ നമ്മൾ ചെറു പ്രായത്തിൽ എടുത്തു കഴിഞ്ഞാൽ ലോ പ്രീമിയം ഉള്ളൂ. നമ്മുടെ ഒരു സ്പെൻഡിങ്, നമ്മളൊരു ലിഷറിന് മുടക്കുന്ന കാശിൻ്റെ ഒരു ചെറിയൊരു തുകയാണ് ടേം പ്ലാനിനുള്ളൂ. അത് മെജോറിറ്റി ആൾക്കാരും അവോയ്ഡ് ചെയ്യും. ഇപ്പം എന്തിനാണ്, എല്ലാവരും ഒരു കൺസെപ്റ്റ് ഉണ്ട്, ഞാൻ വെറുതെ കാശടച്ചിട്ട് എനിക്കൊന്നും കിട്ടാണ്ട് പോവാം. പക്ഷേ ഇൻഷുറൻസ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് മാറ്റണം. വണ്ടിയുടെ ഇൻഷുറൻസിൽ നമ്മൾ പ്രീമിയം അടച്ചിട്ട് ക്ലെയിം കൊടുത്തില്ലെങ്കിലും ആൾക്കാർ ചോദിക്കില്ല. അതേപോലെയാണ് ഇതും. ഇപ്പം എനിക്കൊന്നും സംഭവിച്ചില്ലെങ്കിൽ അത് പോട്ടെ, നമ്മൾ സ്പെൻഡ് ചെയ്തു, വണ്ടിയുടെ പ്രീമിയം അടച്ചു കഴിഞ്ഞാലും നമുക്ക് അതിനകത്ത് കിട്ടുന്ന റിബേറ്റ് ഓരോ വർഷം നോ ക്ലെയിം ബോണസ് എന്ന് പറഞ്ഞ സാധനം കിട്ടും. ഇതേപോലെ നമ്മൾ ജീവിച്ചു പോയി കഴിഞ്ഞാൽ നമുക്കൊരു ബെനിഫിറ്റ് ആണ്. അതാണ് നമുക്ക് വേണ്ടത്. ടൈം പ്ലാൻ ഈസ് കമ്പൽസറി. ഈ ടൈം പ്ലാന്റെ കാര്യത്തിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ ചെറുതിലെ തന്നെ ഏതെങ്കിലും ഒരു ടേം പോളിസി എടുക്കണമെന്ന് പറഞ്ഞു. സപ്പോസ് നമുക്ക് ജോലി കിട്ടിയ സമയത്ത് ഒരു പോളിസി എടുത്തു. പലപ്പോഴും അങ്ങനെ എടുക്കാറില്ല. ഈ പറഞ്ഞ പോലെ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല എന്നുള്ള ഒരു തോന്നലായിരിക്കും പലർക്കും ഉണ്ടാവുക. എങ്കിലും ഒരു പോളിസി എടുത്തു എന്ന് വയ്ക്കുക. പക്ഷേ അതിനുശേഷം നമ്മുടെ ജീവിതാവസ്ഥകൾ മാറുമല്ലോ. നമ്മൾ കല്യാണം കഴിച്ചു, അല്ലെങ്കിൽ കുട്ടികളായി, അങ്ങനെ നമ്മളുടെ ലയബിലിറ്റീസും ഒക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴും ഈ പോളിസി തന്നെ മതിയാവുമോ? അല്ലേ, നമ്മുടെ ഓരോ ഇതനുസരിച്ച് ടേം പ്ലാൻ അനുസരിച്ച് നമ്മുടെ ഹ്യൂമൻ ലൈഫ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും. തമ്പ് റൂൾ അനുസരിച്ച് നമ്മുടെ ഇൻകം ഇൻറ്റു 20 ടൈംസ് ആണ് നമുക്കൊരു ഇൻഷുറൻസ് കമ്പനി ഇൻഷുറൻസ് കവർ ചെയ്യാൻ. നമുക്ക് സം അഷുറൻസ് ഇൻകം മീൻസ് ഇയർലി ഇൻകം. നമ്മുടെ CTC ഓർ ഫോം 16 അല്ലെങ്കിൽ ITR ഫയൽ ചെയ്യാനുണ്ട്. അതിൻ്റെ ഒരു 20 ടൈംസ് വരെ നോർമൽ ഇൻഷുറൻസ് കമ്പനീസ് തരാം. നമുക്ക് അതിനനുസരിച്ച് ബേസിൽ നമുക്ക് ഇതെടുക്കാം. നോർമൽ നമ്മൾ ആസ് ആൻ മിഷൻ ഒരാൾ ടൈം പ്ലാൻ എടുക്കാന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഇൻകം, എൻ്റെ ഏണിംഗ് മെമ്പറാണ്. അപ്പം ഞാൻ നാളെ ഇല്ലാണ്ടായാൽ എന്നിൽ നിന്നും എൻ്റെ ഫാമിലിക്ക് വേണ്ട ഒരു മന്ത്ലി എക്സ്പെൻസസ് എത്ര വരും, അതിൻ്റെ രീതിയിൽ നമ്മൾ പ്ലാൻ എടുക്കുക. പിന്നെ ഇതിനോടൊപ്പം തന്നെ ടൈം പ്ലാനിനൊപ്പം തന്നെ കമ്പൽസറി ഞാൻ പറയും ക്രിട്ടിക്കൽ ഇൽനെസ്. ഇത് ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. ഇപ്പം നമ്മുടെ കാലഘട്ടത്തിൽ മുഴുവൻ ലൈഫ് സ്റ്റൈൽ ഡിസീസ് അനുസരിച്ച് ഏത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വരാം. അപ്പം അതിനനുസരിച്ച് ഒരു ക്രിട്ടിക്കൽ ഇൽനെസ് കവറേജ് ഈ ടൈം പ്ലാനിനോടൊപ്പം തന്നെ ഒരു റൈഡറാണ്. ക്രിട്ടിക്കൽ ഇൽനെസ് കവറേജ് സെപ്പറേറ്റ് എടുത്താലോ? വേണമെങ്കിൽ സെപ്പറേറ്റ് എടുക്കാം. പക്ഷേ പ്രീമിയം ഡിഫറൻസസ് വരാം. അപ്പോൾ ഏറ്റവും ബെറ്റർ ഈ നോർമൽ ടൈം പ്ലാനിനൊപ്പം തന്നെ ഒരു ക്രിട്ടിക്കൽ ഇൽനെസ് റൈഡർ എടുത്തു കഴിഞ്ഞാൽ ആ പ്രീമിയം വേവർ ഓഫ് പ്രീമിയം അതിൻ്റെ അകത്ത് ഇതായിട്ട് വരിക. അപ്പോൾ ദാറ്റ് ഷുഡ് ബി ബെറ്റർ. ഇപ്പോൾ നമ്മളൊരു നോർമൽ 1 crore പ്രീമിയത്തിന് ഒരു 35 വയസ്സായ വരുന്നത് less than 20,000 ആവാം.
ഓക്കെ. ഒരു ക്രിട്ടിക്കൽ ഇൽനെസ് ഒരു 30 ലക്ഷത്തിന് ക്രിട്ടിക്കൽ ഇൽനെസ്സിന് വരുമ്പോൾ 2000-2500 രൂപ വരുള്ളൂ. അപ്പോൾ ദാറ്റ്സ് നോട്ട് എ ബിഗ് എമൗണ്ട്. അപ്പോൾ ആ എമൗണ്ട് കയറി നമ്മൾ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്താൽ ഇൻഷുറൻസ് പ്ലാൻ എടുത്ത് പോയാൽ മതി. ആ കോമ്പിനേഷൻ ടേം ഇൻഷുറൻസിന്റെയും ക്രിട്ടിക്കൽ ഇൽനെസിന്റെയും കൂടെ കോമ്പിനേഷൻ ഇയർലി നമ്മൾ പുതുക്കിക്കൊണ്ടേയിരിക്കും. അങ്ങനെ പുതുക്കുമ്പോഴാണ് അപ്പോൾ ആ പ്രീമിയം മാത്രം നമ്മൾ ലൈഫ് ഇപ്പോൾ നമ്മൾ 60 വയസ്സ് അല്ലെങ്കിൽ 70 വയസ്സ് വരെ എടുത്ത് കഴിഞ്ഞാൽ ഈ ആദ്യം 30-ാം വയസ്സിലെടുത്ത ആ പ്രീമിയം തന്നെ വരുള്ളൂ. അല്ലാണ്ട് ഓരോ വർഷം മാറി മാറി വരില്ല. സംശയം. ഹെൽത്ത് ഇൻഷുറൻസിൽ ഡിഫറെൻറ്റാ. അപ്പം നമ്മൾ ഓരോ 5 വർഷത്തെ ബാൻഡ് അനുസരിച്ച് നമ്മുടെ പ്രീമിയം കൂടും. ഓക്കെ. റിസ്ക് കൂടുന്നതനുസരിച്ച് അത് ഓരോ വർഷം പുതുക്കുന്നതാ. ഇതങ്ങനെയല്ല. വി ഹാവ് എ കോൺട്രാക്ട് വിത്ത് ലൈഫ് ഇൻഷുറൻസ് കമ്പനി ഫോർ 25 ഇയേഴ്സ് ഓർ 30 ഇയേഴ്സ് ഓർ 40 ഇയേഴ്സ് നമ്മൾ എടുക്കുന്ന. അപ്പോൾ ആദ്യം നമ്മൾ എടുക്കുന്ന ഏത് ഏജ് ആണോ ആ ഏജിൽ അടയ്ക്കുന്ന പ്രീമിയം വരെ ലൈഫ് ലോങ് അടച്ചാൽ മതി. അതാ ഞാൻ ചോദിച്ചത്. നമ്മൾ ഓരോ ഘട്ടത്തിലും ഇപ്പം കല്യാണം കഴിച്ചു, അല്ലെ കുട്ടിയുണ്ടായി, വീട് വെച്ചു, അങ്ങനെ നമ്മളുടെ ലയബിലിറ്റീസ് കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതിനനുസരിച്ച് നമ്മുടെ പ്രീമിയം തുകയും കൂടണമെന്നാണ് ഞാൻ ചോദിച്ചത്. അതായത് നമ്മുടെ സമ്മേഷനായിട്ട് കൂടാൻ വേണ്ടിയിട്ട്. സമ്മേഷൻസ് കൂടുന്നതനുസരിച്ച് കൂടും. ഇപ്പോൾ എക്സാമ്പിൾ പറയാം, ഞാൻ എൻ്റെ ഫസ്റ്റ് ടൈം പ്ലാൻ എടുത്ത് 25 വയസ്സിലാണ്. അന്ന് എൻ്റെ 20 lakhs പ്രീമിയം എന്ന് പറഞ്ഞാൽ 3600 രൂപയുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ കല്യാണം കഴിക്കുന്ന സമയത്ത് ഒരു 50 ലക്ഷത്തിൻ്റെ കൂടെ പ്രീമിയം എടുത്തു, പോളിസി എടുത്തു. അതെനിക്ക് 7600 രൂപ. കല്യാണം കഴിഞ്ഞ് കുട്ടികളായി കഴിഞ്ഞപ്പോൾ 1 crore എടുത്തു. അതിനെനിക്ക് 26,000 രൂപ. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ഞാൻ ഹോം ലോണും സാധനങ്ങളും എടുത്തു കഴിഞ്ഞപ്പോൾ 1 more crore എടുത്തു. അതിന് 35,000 രൂപ വന്നു. ദാറ്റ്സ് എ വേ. അപ്പം നമ്മൾ ഓരോ ഏജ് അനുസരിച്ച് നമ്മൾ പ്രീമിയം ടേം പ്ലാനിൻ്റെ ഏജ് കൂടുന്നതനുസരിച്ച് പ്രീമിയം കൂടും. ഇതേ പോളിസി തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു 40 വയസ്സ് കഴിഞ്ഞപ്പം വീടും ഒക്കെ പണിത് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഒരു 2 കോടിയുടെ ഒരു ടേം ഇൻഷുറൻസ് എടുത്തു. നോർമൽ കേസിൽ ആദ്യമായിട്ട് അപ്പോഴാണ് എടുക്കുന്നതെങ്കിൽ എത്ര രൂപയാവുമായിരിക്കും പ്രീമിയം? ഇത് 35,000 ആയി. അല്ലെങ്കിലോ ആ ഒരു റേഞ്ചിലേ വരുള്ളൂ. ആ റേഞ്ചിൽ തന്നെയാണ്. ഓക്കെ. നമുക്ക് ഓരോ ഇപ്പോൾ നമ്മുടെ ലൈഫ് ഈ ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോൾ നമ്മൾ ഫുൾ കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യണം. നമ്മുടെ ലൈഫ് സ്റ്റൈൽ. അപ്പോൾ അതാണ് ഞാൻ ചോദിക്കാൻ വന്ന ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ അനുസരിച്ച് അവരുടെ ജോബ് എവിടെയാണ്, ഒരു ജോബ് ക്രിട്ടിക്കൽ ഇതുള്ള അനുസരിച്ച് ഇൻഷുറൻസ് കമ്പനിക്കാർ പ്രീമിയം കൂട്ടാം. അവരുടെ ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്സ്, ഇഫ് ദേ ആർ ഡ്രിങ്കിങ് സ്മോക്ക്, ഇഫ് ഡ്രിങ്ക്സ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് പ്രീമിയം കൂടും. കാരണം ലൈഫ് എക്സ്പെക്ടൻസീസിൽ ക്വസ്റ്റ്യൻസ് അവിടെ ഉണ്ടാവും. ഇൻഷുറൻസ് കമ്പനിക്ക് അവർക്ക് ആള് ഇഫ് എക്സ്പയർഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻഷുറൻസ് പ്രീമിയം കൊടുക്കണം. അല്ലാണ്ട് ഇപ്പം നോർമൽ ഇപ്പം നമ്മുടെയൊക്കെ കേരളത്തിലൊക്കെ ലൈഫ് എക്സ്പെക്ടൻസി കൂടിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ നമ്മളൊരു നോർമൽ ഞാൻ പറയുന്ന ഒരു 60-65 വയസ്സ് വരെ ടേം പ്ലാൻ എടുക്കുക. അത് കഴിഞ്ഞിട്ട് വേണ്ടാത്ത എന്തിനാ നമുക്ക് വെറുതെ നമുക്ക് ആ സമയത്ത് റിട്ടയർമെന്റ് പ്ലാനിങ് വെറുതെ എന്തിനാ നമുക്ക്, ബിക്കോസ് ഓൾറെഡി വി മെയ്ഡ് വെൽത്ത്. വെൽത്ത് പ്രിസർവേഷൻ ആണ് ആ സമയത്ത് വേണ്ടത്, ഡിസ്ട്രിബ്യൂഷനാണ്. ആ സമയത്ത് നമുക്ക് ഫർദർ ആയിട്ട് ഈ ഒരു നമ്മളെ പോലെയുള്ള ആൾ ജീവിച്ചിരുന്നിട്ട് വീട്ടുകാർക്ക് കാശ് കിട്ടേണ്ട ആവശ്യമില്ല. നമ്മൾ ആൾറെഡി ഇത് കിട്ടിയപ്പോൾ അതാണ് എൻ്റെ പ്ലാൻ. നമുക്ക് ജോലി ഉള്ളിടത്തോളം കാലം നമുക്ക് റിട്ടയർമെന്റ് വേണ്ട സമയം വരെ ടൈം പ്ലാൻ എടുക്കാം. അത് കഴിയുമ്പോൾ നമ്മൾ അപ്പോഴത്തേക്കും വെൽത്ത് ക്രിയേഷൻ ചെയ്തിട്ടുണ്ടാവും. മനസ്സിലായി. പിന്നെ വെൽത്ത് പ്രിസർവേഷൻ സമയത്ത് ഹെൽത്ത് കെയർ പ്ലാനിങ്, റിട്ടയർമെന്റ് പ്ലാനിങ്, സക്സഷൻ പ്ലാനിങ്, ആ കാര്യങ്ങളാണ് നമ്മൾ അതിനകത്ത് അവിടെ പോകേണ്ടത്. ഓക്കെ. ഇപ്പം നമ്മൾ പറഞ്ഞു ടേം പോളിസി എടുക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ഡിസ്ക്ലോസ് ചെയ്യണം. പലപ്പോഴും ഒരു ഏജൻറ്റ് വന്ന് നമ്മളോട് പറയണം ഒരു പോളിസി എടുക്കണം, ഇത് നല്ലതാണെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എടുത്തേക്കാം എന്നുള്ള ഒരു വിചാരത്തിലായിരിക്കും. അപ്പോൾ അതിൻ്റെ ഫോം നമ്മൾ തന്നെയായിരിക്കും, നമ്മൾ അതിൻ്റെ ചെക്ക് കൊടുക്കും, അല്ലെങ്കിൽ പേയ്മെൻറ്റ് നടത്തും, ഫോമൊക്കെ ഫില്ല് ചെയ്യുന്നവരായിരിക്കും, നമ്മൾ അറിയുന്ന പോലും ഇല്ല. ഇത് പക്ഷേ പലപ്പോഴും അപകടത്തിലാവാറില്ലേ ഒരു ക്ലെയിമിൻ്റെ ഒക്കെ സമയത്ത്? അത് അപകടത്തിൽ വരാം. അതിനകത്ത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മളാണ് നമ്മുടെ ടേം പ്ലാൻ എടുക്കുന്നത്. നമ്മളൊരു ഇൻഷുറൻസ് പോളിസി എടുത്ത് കഴിയുമ്പോൾ there is a clause ഉണ്ട്, ഫ്രീ ലുക്ക് പീരീഡ്. അപ്പോൾ അത് ആരും അത് പ്രോപ്പർ യൂട്ടിലൈസ് ചെയ്യണം. ഫ്രീ പീരീഡ് എന്ന് പറഞ്ഞാൽ 15 ദിവസമുണ്ട്. പോളിസി ഇഷ്യൂ ചെയ്ത് നമ്മുടെ കയ്യിൽ ഡോക്യുമെന്റ് കിട്ടും. ഡോക്യുമെന്റ് കിട്ടിയതിന് ശേഷം 15 ദിവസത്തിനകം നമ്മളെ പോളിസി ഡോക്യുമെന്റ് വായിച്ചു നോക്കിയിട്ട് നമ്മുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം കറക്റ്റ് ആണോ, നമ്മൾ ഡിക്ലെയർ ചെയ്ത കാര്യങ്ങളെല്ലാം ശരിയാണോ എന്ന് നമ്മൾ വായിച്ചു നോക്കിയിട്ട് പിന്നെ അതിനകത്ത് എന്തെങ്കിലും ഒബ്ജെക്ഷൻസ് ഉണ്ടെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയോട് പറയാം ഇതല്ല പ്രശ്നമുണ്ട്, ക്യാൻസൽ ചെയ്യാം, നമ്മുടെ പ്രീമിയം തിരിച്ചു തരും. അത് നമ്മൾ നോക്കണം. പക്ഷെ അതിനകത്തൊരു അപകടമില്ലേ, പിന്നെ നമുക്ക് ഉടനെ വേറെ പോളിസി എടുക്കാം.
ഓ പ്രശ്നമില്ല. നമ്മൾ നമ്മുടേത് ഫ്രീ ലുക്ക് പീരീഡിൽ നമ്മൾ ക്യാൻസൽ ചെയ്തതാണ്. ഉം. ജെന്യൂൻ റീസൺ ആണെങ്കിൽ ഒരു കുഴപ്പമില്ല. ഓക്കെ. ജെന്യൂൻ റീസൺസ് ഇല്ലാത്ത ഇതിലാണ് പ്രശ്നങ്ങൾ വരുന്നത്. ഇപ്പം നമുക്കൊരു ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, ആ ഹെൽത്ത് നമുക്ക് ക്ലിയർ ഹെൽത്ത് ആണ് എന്ന് പറഞ്ഞ് ടിക്ക് ചെയ്ത് വിട്ട് കഴിഞ്ഞു. അവർ മെഡിക്കൽ എടുത്ത സമയത്ത് മെഡിക്കലിൻ്റെ അകത്ത് നമ്മുടെ ഹെൽത്ത് കറക്റ്റ് അല്ല, നമ്മൾ ഹൈഡ് ചെയ്താണ് കൊടുത്തതെങ്കിൽ അതിൻ്റെ ഇതിൽ റിജക്റ്റ് ആവാൻ പോളിസി. അങ്ങനെയുള്ള കേസസ് ആണ് ഇതിനകത്ത് വരുന്നത്. പക്ഷെ പലരും ഇതേക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടാവില്ല. അത് നമ്മൾ ഫ്യൂച്ചറിൽ പ്രശ്നങ്ങൾ വന്നു കഴിയുമ്പോൾ, ഇപ്പം എനിക്കറിയാവുന്ന ആൾക്കാരുണ്ട്, പോളിസി എടുക്കുമ്പോൾ അവർ ടിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ഒരു പാർട്ടി കഴിഞ്ഞ് പോകുമ്പോൾ ഡ്രിങ്ക്സ് അല്ലെങ്കിൽ സ്മോക്ക് എടുത്തിട്ടായിരിക്കും പോകണം. അപ്പോൾ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു, ഹോസ്പിറ്റലിൽ എത്തിച്ച് കഴിയുമ്പോൾ ഡോക്ടറുടെ ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിൽ എന്താ, ആരും അറിയില്ല. അങ്ങേരെ എഴുതി വിടുന്നത് ചിലപ്പോൾ ആൽക്കഹോൾ കൺസംപ്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞ് ഡോക്ടർ എഴുതിയിട്ടുണ്ടെങ്കിൽ ആള് കഴിക്കാറില്ല എന്നായിരിക്കും ചിലപ്പോൾ ഇൻഷുറൻസ് പോളിസി എടുത്ത സമയത്ത് പറയണേ. അപ്പോൾ ക്ലെയിം റിജക്ഷനാണ്. ഓക്കെ. അപ്പോൾ നമ്മളൊരു ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോൾ ആദ്യം നോക്കേണ്ടത് നമുക്ക് എന്താണ് വേണ്ട കവറേജ്, പിന്നെ ആ ഇൻഷുറൻസ് കമ്പനിയുടെ ക്ലെയിം റേഷ്യോ, ഇതെല്ലാം നോക്കിയതിന് ശേഷം മാത്രമാണ് ബെസ്റ്റ് കമ്പനിയുടെ ഇൻഷുറൻസ് പോളിസി ചൂസ് ചെയ്യുക. ഓക്കെ. അല്ലാണ്ട് നമ്മൾ ചീപ്പായിട്ട് പോവുക അങ്ങനെയുള്ള കാര്യത്തിൽ പോയിട്ട് കാര്യമില്ല. ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ ഓഫ് ദ ഇൻഷുറൻസ് കമ്പനീസ് ആർ ബെറ്റർ. ടേക്ക്. അപ്പോൾ വക്കീലിനോടും ഡോക്ടറോടും കള്ളം പറയുന്നതെന്ന് പറയുന്ന പോലെ ഇൻഷുറൻസ് കമ്പനിയോടും നുണ പറയാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ലൈഫിൽ വെച്ച് ഒരു എക്സിജൻസി എന്തെങ്കിലും സംഭവിച്ചാൽ അത് പിന്നെ നമ്മുടെ ഫാമിലിക്ക് പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിത് എടുക്കുന്നത്. അപ്പോൾ എല്ലാ കാര്യം പ്രോപ്പർ ഡിസ്ക്ലോസ് ചെയ്യുക. അല്ലാണ്ട് ഒരു ഏജന്റിന് വേണ്ടി ആർക്കെങ്കിലും വേണ്ടിയല്ല നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് വേണ്ടിയാണ് ഇത് ചെയ്യേണ്ടത്. വെദർ ഇറ്റ്സ് എ ഹെൽത്ത് ഇൻഷുറൻസ് ഓർ ഇൻ ടേം പ്ലാൻ, ഏതാണെങ്കിലും അത് പ്രോപ്പർ ഡിസ്ക്ലോസ് ചെയ്യുക. അടുത്തത് നമ്മൾ ഇപ്പം 4 കാര്യമാണ് പറഞ്ഞത്. ഒന്ന് എമർജൻസി ഫണ്ട്, അതിന് മുമ്പ് ഒന്ന് പറഞ്ഞു, പിന്നെ റെഗുലർ അല്ല, നമ്മൾ ആദ്യം വേണ്ടത് ഞാൻ പറഞ്ഞത് ഫാമിലി ബഡ്ജറ്റ് വേണം, പിന്നെ എമർജൻസി ഫണ്ട് വേണം, ഹെൽത്ത് ഇൻഷുറൻസ് വേണം, ടേം ഇൻഷുറൻസ് വേണം, ഡിസിപ്ലിൻ. ഓക്കെ. നമ്മൾ റെഗുലറായിട്ട് സേവ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഗോൾ അനുസരിച്ച് SIP ആവാം, റെക്കറിങ് ഡെപ്പോസിറ്റ് ആവാം, ഏതിലാണെങ്കിലും നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ്സ് തുടങ്ങുക. അത് റെഗുലറായിട്ട് ഡിസിപ്ലിനായിട്ട് ചെയ്യുക. ഇപ്പോൾ ഒരു 30 years ആയിട്ടുള്ള, ഞാൻ ഈ പറഞ്ഞ പോലെ 30,000 rupees മന്ത്ലി കിട്ടുന്ന ഒരാൾക്ക് സാർ റെഗുലറായിട്ട് എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടായിരിക്കും പറയാലോ? 30,000 രൂപ ശമ്പളമുള്ള വ്യക്തിക്ക് അങ്ങേരെ ഇൻകം ആൻഡ് എക്സ്പെൻസസിൽ എത്ര രൂപ സ്പെൻഡ് ചെയ്യണം, എത്ര രൂപ അങ്ങേർക്ക് മാറ്റി വയ്ക്കാൻ പറ്റും എന്ന് നോക്കിയതിന് ശേഷം മാത്രം അതിൻ്റെ ചെറിയൊരു പോർഷൻ വേണമെങ്കിൽ 1000 രൂപയിൽ വെച്ച് തുടങ്ങാം. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. 30 വയസ്സായ ഒരു വ്യക്തിക്ക് ഒരു 25 അല്ലെങ്കിൽ 30 വർഷം വരെ 55-60 വയസ്സ് വരെ ജോലി ചെയ്യാം. 30 years ജസ്റ്റ് എക്സാമ്പിൾ. 1000 രൂപ അങ്ങേര് സേവ് ചെയ്ത് അങ്ങേര് ക്രോഡ്പതി ആവാം SIP. ഇഫ് സെൻസെക്സ് പ്ലാനിൽ ഒരു 17 to 18% CAGR റിട്ടേൺ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഒരു മാസം 1000 രൂപ, ഒരു വർഷം 12,000 രൂപ, 12 × 30 3,60,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. പക്ഷെ ആ സ്റ്റേ ഇൻവെസ്റ്റഡ് ആണെങ്കിൽ SIP എന്ന് പറഞ്ഞ പവർ ഓഫ് കോമ്പൗണ്ടിങ്ങിൻ്റെ ഇതും റുപ്പി കോസ്റ്റ് ആവറേജിങ് ബേസിൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ്സ് എടുക്കുമ്പോൾ അതിന് നമുക്ക് ഫ്യൂച്ചറായിട്ട് വാല്യൂ കൂടുകയാണ്. അപ്പോൾ ദാറ്റ് ഷുഡ് ബി എ ക്രോഡ് പ്ലസ് എത്താം. നമ്മൾ ഈ കൂട്ടുപലിശ എന്ന് പറയുന്ന സംഭവം ഇവിടെയാണ് ആപ്ലിക്കബിൾ ആകുന്നത്. ഇറസ്പെക്റ്റീവ് ഓഫ് ദ മാർക്കറ്റ് നമ്മൾ റെഗുലർ വാങ്ങിക്കുകയാണ്. അതാണ് റുപ്പി കോസ്റ്റ് ആവറേജ്. അതായത് വിപണി കയറിയാലും ഇറങ്ങിയാലും അതൊന്നും നമ്മൾ കൺസിഡർ ചെയ്യണം. നമുക്ക് മാർക്കറ്റ് ഈസ് ഹൈ, ലെസ് യൂണിറ്റ്സ്, മാർക്കറ്റ് ഈസ് ലോ, വി ആർ ഗെറ്റിംഗ് മോർ യൂണിറ്റ്സ്. അത് റുപ്പി കോസ്റ്റ് ആവറേജ്. പവർ ഓഫ് കോമ്പൗണ്ടിങ് കൂട്ടുപലിശ. But that's the way we can able to. But how early you started saving, it can give better return. അപ്പോൾ നമ്മൾ 5 വർഷം 10 വർഷം 15 വർഷം 30 വർഷം അപ്പോൾ നമ്മൾ കൂടുതൽ വർഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് റിട്ടേൺ ഡബിൾ ആവും. അപ്പോൾ നമ്മൾ ഒരു സിംഗിൾ 1000 രൂപയുടെ ഒരു ഫണ്ടിൽ ഒരു SIP നമുക്ക് അങ്ങനെ നേട്ടം ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ. നമ്മൾ ഡിസിപ്ലിൻ അപ്പുറം ഞാൻ അന്ന് എൻ്റെ നമ്മൾ ലാസ്റ്റ് 5th ഡിസിപ്ലിൻ ആണ്. അപ്പം നമുക്കൊരു എമർജൻസി ഇത് വരുമ്പോഴത്തേക്കും ഇത് ലിക്വിഡേറ്റ് ചെയ്യാം. അപ്പോൾ T+2 അല്ലെങ്കിൽ പണ്ടത്തെ T+3 ആയിരുന്നപ്പോൾ T+2 കിട്ടും. ഇമ്മീഡിയറ്റ് ആയിട്ട് എൻ്റെ SIP ഉണ്ട്, വേണമെങ്കിൽ അതെടുത്ത് നമുക്ക് എടുക്കാം. അത് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടാണ്. അപ്പോൾ നമുക്ക് പവർ ഓഫ് കോമ്പൗണ്ടിങ് കിട്ടില്ല, കിട്ടാൻ സാധനം ഇറങ്ങിപ്പോവും. നമ്മൾ പിന്നെ അത് ടോപ്പ് അപ്പ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് പ്രയോജനമില്ല. ഓരോന്നിൻ്റെ റിട്ടേൺ കിട്ടിക്കൊണ്ടിരിക്കുന്നതിന് മാത്രമാണ് നമുക്ക് അപ്പോഴേ ഉള്ളൂ ഈ പറഞ്ഞ കണക്ക് വർക്കൗട്ട് ആവും. അപ്പോൾ സാധാരണക്കാർക്ക് ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് മസ്റ്റാണ് അല്ലേ? ഏതൊരു വ്യക്തിക്കും വേണം. ഇപ്പോൾ ഓരോരുത്തരുടെയും ഡിഫറെൻ്റ് ആണ്. പറഞ്ഞല്ലോ, ഒരു അൾട്രാ HNIക്ക് വെൽത്ത് പ്രിസർവേഷൻ ആവാം,
സാധാരണക്കാരന് വെൽത്ത് ക്രിയേഷനാണ്. ഞാൻ പറഞ്ഞില്ല 1000 രൂപയിലും നമുക്കൊരു ലോങ് ടൈം ടെന്യൂർ ഉണ്ടെങ്കിൽ നമുക്കും കരോർപതിയാവാം. അതിലേക്ക് നമ്മൾ പോകണം. ഉം. ഡിസിപ്ലിൻ വേ ഓഫ് അപ്രോച്ച് എന്ന് മാത്രമാണ് പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നു സ്ത്രീകൾ ഇതുപോലെ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ ഇത് ഫിനാൻഷ്യൽ പ്ലാനിങ് എന്നല്ല, അവർക്ക് കിട്ടുന്നത് എന്തെങ്കിലും ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ കുറച്ച് പുറകിലാണെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് അവർ ഭർത്താക്കന്മാരത് ചെയ്തോളും എന്ന് അസ്യൂം ചെയ്യുകയാണ്. അങ്ങനെ ഒരു രീതിയുണ്ടോ, അതോ നമ്മുടെ ഇവിടെ ആ രീതി മാറി വരുന്നുണ്ടോ? കുറേ മാറി വരുന്നുണ്ട്. പുതിയ ജനറേഷനിൽ ഇപ്പോൾ ലേഡീസും ഇതിലേക്ക് കുറേ കാര്യങ്ങൾ പഠിച്ച് ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പല ഇൻവെസ്റ്റേഴ്സും നമുക്കറിയാം. ഉം. അവരും ഇതിനെക്കുറിച്ച് SIPയും റെക്കറൻറ്റ് ഡെപ്പോസിറ്റ്സും ചിട്ടികളിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന പല ഫാമിലി ലേഡീസിനെയും നമുക്കറിയാം. ഇപ്പോൾ എംപ്ലോയ്മെൻ്റ് ആണെങ്കിലും ലേഡീസ് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതനുസരിച്ച് അവരും ഇതിൻ്റെ ഈ കോമ്പറ്റീവ് വെൽത്ത് മാനേജ്മെൻറ്റ് ഇൻഡസ്ട്രിയിലും വെൽത്ത് മാനേജേഴ്സായിട്ടും ലേഡീസ് വരുന്നുണ്ട്. അപ്പോൾ ദാറ്റ്സ് എ വേ. അപ്പോൾ അവയർനെസ്സസ് കൂടുന്നുണ്ട്. അപ്പോൾ അവയർനെസ്സസ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് പ്രോപ്പർ പ്ലാനിങ്ങിൽ പോയി കഴിഞ്ഞാൽ ഇറ്റ് കുഡ് ബി എ റെഗുലർ. അപ്പോൾ നമ്മുടെ ഒരു ഗോൾ ഓറിയൻറ്റഡ് അപ്രോച്ചസിൽ പോകാം. ഇപ്പം നമ്മുടെ ഇപ്പോൾ നടക്കുന്നതിൽ പകുതി ആൾക്കാരും ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിൽ ആ പ്രോപ്പർ പ്ലാനിൽ എക്സിക്യൂഷൻ ചെയ്ത് പോകുന്നില്ല. എന്തെങ്കിലും കിട്ടുന്ന സേവ് ചെയ്യുക, എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ആവശ്യം വരുമ്പോൾ ഒന്ന് റിഡീം ചെയ്ത് പോവുക. അത് പാടില്ല. അതാണ് ഒരു ഗോൾ ഓറിയൻറ്റഡ് റിട്ടയർമെൻറ്റ് പ്ലാനിലേക്ക് കിടക്കണം. ആവശ്യം റിട്ടയർമെൻറ്റിൽ കിടക്കണം. ഞാനിപ്പോൾ കുറ്റബോധത്തോടെ പറയുകയാണ്, ഞാൻ 1-2 മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ആയപ്പോൾ ഇതുപോലെ അത്യാവശ്യമായിട്ടുള്ള 1-2 കാര്യങ്ങൾക്ക് വേണ്ടി അതിന് ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നമ്മളിപ്പോൾ ഈ എടുക്കുന്നതിന് പകരം ഈ ഇൻവെസ്റ്റ്മെന്റ് അവിടെ കിടന്നു കഴിഞ്ഞാൽ റിട്ടേൺ ഓൺ റിട്ടേൺ ആണെന്ന് പറഞ്ഞല്ലോ, പവർ ഓഫ് കമോഡിറ്റി ആണ് കിട്ടുന്നത്. യു ഹാവ് എ ലോട്ട് ഓഫ് മോർഗേജ് ഓപ്പർച്യൂണിറ്റി റൈറ്റ് നൗ. ലോൺ അഗൈൻസ്റ്റ് ഷെയർസ്, ലോൺ അഗൈൻസ്റ്റ് മ്യൂച്വൽ ഫണ്ട്സ്. നമുക്ക് ആവശ്യമുള്ള സാധനം അതിന് അഗൈൻസ്റ്റ് നമ്മുടെ മാർക്കറ്റ് വാല്യൂവിന്റെ 50% ബാങ്കുകളും NBFCസും ലോൺ തരുന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന SIP ആയിട്ട് ഒരു 10 വർഷമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് നമുക്ക് ലോൺ എടുക്കാം. ഓക്കെ. ടോട്ടൽ വാല്യൂവിന്റെ 50% ഓഫ് വാല്യൂ നമുക്ക് വേണമെങ്കിൽ ലോൺ 50% വരെ ലോൺ കിട്ടാം. അത് പേഴ്സണൽ ലോണിനേക്കാളും ചീപ്പാ. അപ്പോൾ നമ്മൾ പേഴ്സണൽ ലോൺ എടുക്കാൻ പോകുമ്പോൾ നമ്മുടെ സിബിൽ റേറ്റിംഗും സാധനങ്ങളെല്ലാം കയറി വരുമ്പോൾ ക്രെഡിറ്റ് റേറ്റിംഗ് ഇല്ലെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കൂടി വരും. ഇപ്പോൾ നോർമലി ഒരു പേഴ്സണൽ ലോൺ എന്ന് പറയുമ്പോൾ 10, 12, 15% ഇപ്പോൾ സിബിൽ റേറ്റിംഗ് നല്ലൊരു ക്രെഡിറ്റ് റേറ്റിംഗ് ഉള്ളവർക്ക് ചിലപ്പോൾ 10% കിട്ടാം, 10-10.25 കിട്ടാം. പക്ഷേ ലോൺ അഗൈൻസ്റ്റ് മ്യൂച്വൽ ഫണ്ട് ലെസ് ദാൻ 10% ഉള്ളൂ. മറ്റേത് കൂടുമ്പോൾ ചില ലൈക്ക് ബജാജ് ഫൈനാൻസിൽ പോയി നമ്മൾ ലോൺ എടുക്കാൻ 15%, ഇത് 10% കിട്ടും. ആൾക്കാർ പെട്ടെന്ന് സ്പീഡി ലോണാണ് നോക്കുന്നത്. വോളറ്റൈൽ മാർക്കറ്റിൽ അത് എങ്ങനെയാണ് സാധ്യമാകുന്നത്? നമുക്ക് ഇങ്ങനെ ഒരു ലോൺ നമ്മുടെ കയ്യിൽ അസറ്റ് ഉണ്ടല്ലോ. നമ്മുടെ ഒരു എക്സാമ്പിൾ, നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് 10 വർഷം കൊണ്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ കയ്യിൽ 50 ലക്ഷം എത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ 30-40 ലക്ഷം എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ട എമർജൻസി 10 ലക്ഷമാണ് എന്ന് വിചാരിച്ചോ. ആ 10 ലക്ഷം നമുക്ക് ടോട്ടൽ 40 ലക്ഷത്തിൻ്റെ 50% വരെ നിങ്ങൾക്ക് ലോൺ അഗൈൻസ്റ്റ് ഷെയർസ് മ്യൂച്വൽ ഫണ്ട് എലിജിബിൾ ഉണ്ട്. അപ്പോൾ നമ്മളതിനെക്കുറിച്ച് അറിയുന്നില്ല. പൊതുവേ ഉള്ള ഒരു തെറ്റിദ്ധാരണയായിരിക്കും ഈ പറഞ്ഞ പോലെ. ഞാനും ഒരു കൺസിഡറബിൾ എമൗണ്ട് ആയി കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് കുറച്ചല്ലേ പിൻവലിക്കുന്നുള്ളൂ എന്ന് വിചാരിച്ചിട്ട് പിൻവലിക്കുകയാണ് ചെയ്തത്. നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ, റിലയൻസ് ഗ്രോത്ത് ഫണ്ടിന് നെവി ഇപ്പോൾ 4000 രൂപയുടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 10 രൂപ കിടന്ന സാധനം ഇതുവരെ ഗ്രോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് പോയി കഴിഞ്ഞാൽ, ഇടയ്ക്ക് വലിച്ചു പോയി കഴിഞ്ഞാൽ പോയില്ലേ ഇൻവെസ്റ്റ്മെന്റ്സ്. അതാണ് സ്റ്റേ ഇൻവെസ്റ്റഡ്, യു ക്യാൻ ഏബിൾ. ഓക്കെ. ഇത് നമ്മൾ ഈ പറഞ്ഞതൊക്കെ സാധാരണക്കാരുടെ കാര്യമാണ്. കുറച്ചുകൂടെ ഒരു HNI എന്നൊക്കെ പറയുന്ന, ശരിക്കും ആരാണ് HNI എന്നുള്ളത് എനിക്കൊന്ന് പറഞ്ഞു തരണം. അതുപോലെ UHNI എന്ന് പറയാറുണ്ട്. ഇവർ തമ്മിലുള്ള വ്യത്യാസം. ഒരു ക്ലാസിഫിക്കേഷൻസ് വെച്ചിരിക്കുക. നമ്മളൊരു അവരുടെ ഇൻകത്തിന് ഒരു സേവിങ് അനുസരിച്ചുള്ള രീതിയിലാണ്. അവർക്കൊരു സേവിങ് ഹാബിറ്റ് അനുസരിച്ച് അവർ സേവിങ് എത്ര ഉണ്ടാക്കും. ഒരു HNI എന്ന് പറയുന്നത് ഒരു 2 to 5 crores. വെരി ഹൈ നെറ്റ് വർത്ത് ഇൻഡിവിജ്വൽ 5 to 25 crores. അൾട്രാ HNI 25 crores. ഇവരുടെ ഓരോരുത്തരുടെയും ഇൻവെസ്റ്റ്മെന്റ് സ്റ്റൈൽസ് ഡിഫറൻസ് ആയിരിക്കും, ഇൻവെസ്റ്റ്മെന്റ് നീഡ്സ് ഡിഫറൻസ് ആയിരിക്കും. അപ്പോൾ അവരുടെ ആ നീഡിനനുസരിച്ച രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ. അതിനാണ് ശരിക്കും പറഞ്ഞ നിങ്ങളെപ്പോലെ ഇക്വറസ് പോലെയുള്ള എക്സ്പെർട്ടൈസ്. ഓക്കെ. അതിലെന്തൊക്കെയായിരിക്കും ചെയ്യുക? നമ്മൾ ഓരോരുത്തരുടെ നീഡ് അനുസരിച്ചുള്ള രീതിയിൽ ഇപ്പോൾ ഒരു HNIക്ക് വെൽത്ത് ക്രിയേഷൻ ആവാം, അല്ലെങ്കിൽ ഒരു സാധാരണക്കാരന് വെൽത്ത് ക്രിയേഷൻ ആവാം. പക്ഷെ അൾട്രാ HNIസ് വെൽത്ത് പ്രിസർവേഷൻ ആവാം. അവർക്ക് മേ ബി എസ്റ്റേറ്റ് ടാക്സ് പ്ലാനിങ് വരും, എസ്റ്റേറ്റ് മാനേജ്മെൻറ്റ് വരും, സക്സഷൻ പ്ലാനിങ് വരും.
അവർക്ക് പ്രിസർവ് വെൽത്ത് ആൻഡ് ഗീവ് ബെറ്റർ റിട്ടേൺസ് എന്നുള്ള സ്ട്രാറ്റജിയിലായിരിക്കാം. ആ രീതിയിലാണ് നമ്മൾ ഓരോരുത്തർക്കും ചെയ്തെടുക്കുക. ഓരോരുത്തരുടെ സ്ട്രാറ്റജിയും ഓരോരുത്തരുടെ അപ്രോച്ചസും അവരുടെ ഗോൾ ഓറിയൻറ്റഡ് രീതിയിലായിരിക്കും, അവരുടെ റിക്വയർമെന്റ് അനുസരിക്കും. യു ക്യാൻ സേ എ കസ്റ്റമൈസ് സൊല്യൂഷൻ. ഓരോരുത്തരുടെ രീതിയിലും കസ്റ്റമൈസ് ആയിട്ട് രീതിയിലും ഒരു അപ്രോച്ചസ് ആയിരിക്കും ഞങ്ങൾ എടുക്കുക. അല്ലാണ്ട് എല്ലാം ഒരു സ്റ്റാൻഡേർഡ് അല്ല. നമുക്ക് എല്ലാവർക്കും ഇത്ര പേഴ്സൻറ്റ് നമ്മൾ 30-30-30-10 എന്ന് പറഞ്ഞ രീതിയല്ല. ഇപ്പോൾ ഒരു അൾട്രാ HNI ആണ്, അങ്ങേർക്ക് വേണ്ടത് ടാക്സ് സേവിങ് ആണ്. ഇപ്പോൾ ടാക്സ് സേവിങ് കൊണ്ടുപോയി ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റ് മാത്രം ഞാൻ കൊണ്ടുപോയി കൊടുത്തിട്ട് കാര്യമില്ല. ഡെറ്റിൽ ടാക്സ് കൂടല്ല. അപ്പോൾ ഹി ഹാസ് ഇൻകം, ഹി നീഡ് വെൽത്ത്, മേ ബി സക്സഷൻ പ്ലാനിങ്ങിൽ നെക്സ്റ്റ് ജനറേഷന് കൊടുക്കാൻ വേണ്ടിയായിരിക്കാം. അപ്പോൾ ഹി ക്യാൻ ഏബിൾ ടു ടേക്ക് എൻ എക്സ്പോഷർ ഇൻ ഇക്വിറ്റി മാർക്കറ്റ് ബേസ്ഡ് ഓൺ ഹിസ് റിസ്ക് പ്രൊഫൈൽ. പ്രൊഫൈലിംഗ് നമ്മൾ കസ്റ്റമറുടെ പ്രോപ്പർ ആയിരിക്കണം, ഗോൾ കറക്റ്റായിട്ട് അപ്രോച്ചസ് ആയിരിക്കണം, അതിൻ്റെ ഒരു രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാനാണ്. ഇതാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. യങ്സ്റ്റേഴ്സ് ക്രിപ്റ്റോ കറൻസിയിൽ ഭയങ്കര ഫാസിനേറ്റഡ് ആണ് ഇപ്പോൾ. ഷോർട്ട് ടൈം ഇൻകം, പെട്ടെന്ന് കാശുണ്ടാക്കുക എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടല്ലോ, ഗ്രീഡിനെസ്. അതുകൊണ്ടാണ് ഇതിൻ്റെ അകത്തെല്ലാം പോണത്. കാശുണ്ടാക്കാൻ മാർക്കറ്റ് അറിയാവുന്നവർ കൊണ്ടുപോയി വിളിച്ചിട്ടാണ്. ഈ വിതയ്ക്കാൻ അറിയാവുന്നവൻ ആണ് കൊയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് പ്രോപ്പർ രീതിയിൽ പ്രോപ്പർ പ്ലാൻ ചെയ്യുന്ന എൻ്റെ റിസ്ക് ആപ്പിറ്റൈറ്റ് അനുസരിച്ച് അതുള്ള ഇതനുസരിച്ച് ഇപ്പോൾ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് നമുക്ക് പെട്ടെന്ന് കാശ് കിട്ടുന്ന പറഞ്ഞാൽ ഷെയർ മാർക്കറ്റിങ് വേണ്ടിയിട്ട് അതേപോലെ തന്നെ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും. നമ്മൾ പ്രോപ്പർ പ്ലാൻ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്താൽ ദേ ക്യാൻ ബിക്കം സക്സസ്ഫുൾ. പലപ്പോഴും നമ്മളൊക്കെയും കടം വാങ്ങാൻ നിർബന്ധിതരായി പോകാറുണ്ട്. ഈ കടം വാങ്ങുമ്പോൾ എങ്ങനെ സേഫായിട്ട് കടം വാങ്ങാം? നമ്മൾ മുമ്പേ പറഞ്ഞു, മ്യൂച്വൽ ഫണ്ട് പണയം വെച്ചിട്ട് കടമെടുക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞു. അതുപോലെ നമുക്ക് വേറെ സ്മാർട്ടായിട്ട് ചെയ്യാവുന്ന കടമെടുക്കൽ ഓപ്ഷൻസ് എന്തൊക്കെയാണ് നമുക്ക് പറയാവുന്നത്? നമ്മൾ ലോൺ എടുക്കുമ്പോൾ ആൾക്കാർ ആദ്യം പോയി പേഴ്സണൽ ലോൺ അങ്ങനെയുള്ള കാര്യം നമുക്കൊരു എന്താണ് റിക്വയർമെൻറ്റ് അനുസരിച്ച രീതിയിൽ ഹോം ലോൺസ് ഉണ്ട്, മോർഗേജ് ലോൺസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഓരോ ലോൺസിൻ്റെ എന്താണ് നീഡ് അനുസരിച്ചുള്ള മാത്രമേ ലോൺ എടുത്തിട്ട് കാര്യമുള്ളൂ. പിന്നെ ഹയർ ഇൻട്രസ്റ്റ് പോയി ലോൺ എടുക്കരുത്, ബാർഗെയിൻ ചെയ്യണം. നമ്മുടെ അതിനെന്താ ചെയ്യാൻ പറ്റുക? ലോൺ അടയ്ക്കാൻ തിരക്ക് പിടിക്കണ്ട, സമയം കൊടുക്കുക, ലോങ് ടൈം ആയിട്ട്. പക്ഷേ സെയിം രീതിയിൽ നമ്മൾ പാരലായിട്ട് SIP തുടങ്ങണം. കാരണം ബെറ്റർ റിട്ടേൺ കിട്ടുന്ന ലോങ് ടൈമിൽ SIP ഇല്ല. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ SIP തുടങ്ങുക? അതിന് വേറെ പണം കണ്ടെത്തണം? ഇല്ല. ഇപ്പം നമ്മൾ ഇപ്പം നമ്മൾ 20 വർഷം കൊണ്ട് തീർക്കാം. നമുക്ക് 25 വർഷം വരെ എടുക്കാമെങ്കിൽ 25 വർഷം വരെ എടുക്കുക. അപ്പോൾ 5 വർഷം കൂടുതൽ കിട്ടുമല്ലോ. നമ്മുടെ EMI കുറയും. ആ എമൗണ്ട് നമുക്ക് നേരെ SIP ഇടാം. ആ കുറവുള്ള എമൗണ്ട് നേരെ SIP ഇടാം. പക്ഷെ ഞാൻ നോർമലി ഒരാൾ ഹോം ലോൺ എടുക്കാൻ പോവുകയാണെങ്കിൽ അതിൻ്റെ ഒരു 1/3 എങ്കിലും SIP എമൗണ്ടിൽ ഇടുക. ഇപ്പോൾ നമ്മൾ 30,000, 40,000 അല്ലെ 50,000, 60,000 രൂപ EMI പോകുന്നുണ്ടെങ്കിൽ 20,000 രൂപ SIP ഇടുക. ഇതുപോലെ ഇനിയും വേറെ എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് ഉണ്ടോ? അല്ല, നമ്മൾ ഓരോ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഓരോ വ്യക്തികളുടെയും റിക്വയർമെന്റ് അനുസരിച്ചാണ് നമ്മൾ ചെയ്തു കൊടുക്കുക. ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. ക്രെഡിറ്റ് കാർഡ് എല്ലാവരും ഈസി ആയിട്ട് ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് വായ്പ എടുക്കുക വരെ ചെയ്യും. അല്ല, പ്രോപ്പർ രീതിയിൽ പ്ലാൻ ചെയ്ത് പോണവർക്കാണെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ സ്പെൻഡ് ചെയ്തു, ഓട്ടോ പേയ്മെന്റ് അടച്ചു. അതെ, സ്മാർട്ടായിട്ട് എങ്ങനെയാണ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാൻ പറ്റുക? സ്മാർട്ടായിട്ട് നമ്മൾ പ്രോപ്പർ പ്ലാൻ ചെയ്ത് നമ്മൾ എടുക്കുന്ന നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നതിന് മാത്രം എടുക്കുക, സ്പെൻഡ് ചെയ്യുക. അത് ആ കറക്റ്റ് പീരീഡിൽ തിരിച്ചടയ്ക്കണം. എനിക്കിപ്പോൾ ഒരു 1 ലാഖിൻ്റെ ഒരു ക്രെഡിറ്റ് കാർഡുണ്ട്. അതിൽ ഫുൾ എമൗണ്ടും എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ?